ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ സേവ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇക്കാൻ്റെ ഒക്കെ ഷോപ്പിൻ്റെ അടുത്ത് ഒരു ജാഫർ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ വൈഫ് പ്രസവിച്ചിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അത് വേറൊരു ഫ്രണ്ടിൻ്റെ റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് കുറേ പേരുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ചെയ്യണം. ഫുഡൊക്കെ നമ്മൾ ചെന്നിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഫൗമിൻ ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ വൈഫ് നാട്ടിലാണ് കേട്ടോ. അപ്പോൾ വേറൊരു ടീം ഇവിടെ ഉണ്ട്, നമ്മളെ അയൽവാസി തന്നെയാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ അസ്താദ രാവിലെ വരൂല, നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോവുകയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോയിട്ടാ വരി. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ബുജേറിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ 8 പേരാണുള്ളത്. അപ്പോൾ ബുജേറിൻ്റെ തന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ വൈഫും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മളെ റൂമിൻ്റെ അടുത്താണെങ്കിലും കുറച്ച് അങ്ങോട്ട് നടന്ന് പോകാനുണ്ട് അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനല്ലേ പോവുക? അവിടെയല്ലേ. അങ്ങോട്ട് പോകുന്ന വഴിയിലേ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ നല്ല ചെടികളിട്ടാൽ പോലെ മലയാളികൾ തന്നെയാണ്. അഡീനിയ, ബൊഗൈൻവില്ല, വേറെ എന്തൊക്കെയോ കുറേ ചെടികളുണ്ട്. പിന്നെ ചെടി കണ്ടാൽ പിന്നെ നമ്മളൊന്ന് അവിടെ നോക്കി നിൽക്കുമല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ മലയാളികൾ തന്നെയാണെന്ന് പറഞ്ഞു തുറക്കപ്പെടും. അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു. ഹലോ, ഹായ്. അതിൽ തുറന്നാണ് വന്നിക്കണേ. ഇതാടണത് ആരോ ഫോൺ അടിക്കുന്നുണ്ട്. ഇവിടെ 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 എന്താണ് ഇവിടെ എന്താണ് ഇവിടെ ഒന്ന് കഴിപ്പിച്ച എന്താ കഴിച്ചത്? നമ്മളവിടെ എത്തി. ഫൗമി ഡോറൊക്കെ തുറന്നു തന്ന്. അപ്പോൾ കുട്ടി ഉണ്ട് കേട്ടോ. മോന് കണ്ടപ്പോൾ സെറു കണ്ടപ്പോൾ അവനക്ക് ഒരു അമ്പരപ്പുണ്ടായിരുന്നു. ഞാൻ എന്നെ കൂടുതൽ കണ്ടിട്ടില്ല. അന്ന് ഒരു ദിവസം എന്നെ വിളിക്കാം എയർപോർട്ടിലേക്ക് വന്നത് വരാണ്. പിന്നെ ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവനക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവനിങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങി. ആദ്യം കണ്ടപ്പോൾ ഞാൻ ചോദിക്കുന്നതിനൊക്കെ അങ്ങനെ മാത്രം പറയണുള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാനും നമ്മളോട് ചോദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഫൗമി അവിടെ സവാളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷംസി കൂടി വരാനുണ്ടായിരുന്നു. പിന്നെ ഷംസി വന്ന് ഞങ്ങൾ 3 ആളും കൂടി തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പിന്നെ എല്ലാവരും പള്ളിയിൽ നിന്ന് നേരെ ബുജീറിൻ്റെ റൂമിലേക്കാണ് വരിക. കഴിച്ചാ? ഇത് വേണോ? ഇത് വേണോ? വേണ്ടേ? ഇത് വേണോ? കഴിച്ചില്ലേ? സൈക്കിള് കയറി ഇരിക്ക്. വേണ്ട, ഇരിക്ക്. ഇതിലിരിക്ക്. സൈക്കിളിൽ ഇരിക്ക്. വേണ്ട, ഇരിക്കണ്ട. സൈക്കിളിൽ ഇരിക്കണ്ട. ഇങ്ങനെ മതിയോ? അപ്പോൾ ജാഫറിൻ്റെ വൈഫ് പ്രസവിച്ചതിൻ്റെ ഒരു ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ഒരു ഫ്രണ്ട്സുകൾ കൂടിയിട്ട് അങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താ, ജാഫറിൻ്റെ വീട് മറവഞ്ചേരി ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ ജാഫർ അവരെല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട്. ഇതിന് നമ്മൾ റൂമിൽ 3 ആളുണ്ട്. ഞാനും ഇക്കി പിന്നെ ഹംസ പട്ടാമ്പി, ഞങ്ങൾ 3 ആളാണല്ലോ. പിന്നെ ബുജേറിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ബുജേറും ഫൗമിയും ജാഫറും, അങ്ങനെ നമ്മൾ 8 പേരാണുള്ളത്. ഇപ്പോൾ ബിരിയാണിയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി. ബിരിയാണി ചെമ്പൊക്കെ ആയിട്ട് ഷംസി വന്നതിന് ചെമ്പൊക്കെ കൊടുന്ന് ഞങ്ങളതിൽ ബിരിയാണിയൊക്കെ റെഡിയാക്കണം. നല്ല വലിയ ചെമ്പൊക്കെ ആയിരുന്നു. ഇവിടെ പിന്നെ അങ്ങനെയാണല്ലോ, ഏറ്റവും ചെമ്പും എല്ലാവരും വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നല്ല രസമായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു അന്ന്. ഇപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയായി. ഇങ്ങനെ ബിരിയാണി ദമ്മിടാനുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും പള്ളിയിൽ പോയി വന്ന്
ഇതാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. വെള്ളിയാഴ്ച ആയ കാരണം പിന്നെ എല്ലാവർക്കും ലീവുള്ള ദിവസമായിരുന്നു. പിന്നെ കുറച്ച് ടൈം ജുമ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ. അല്ലാത്ത ദിവസമൊന്നും നമ്മൾക്ക് അങ്ങനെ ഒരു ടൈം ഉണ്ടാവില്ല. എല്ലാവരും ഒരാൾ വന്ന് ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഇക്ക ചോറിന്ന് വരും, എന്നിട്ട് ഇക്ക പോയതിന് ശേഷം പിന്നെ അടുത്ത ആൾ ഷോപ്പിൽ നിന്ന് ചോറിനാൻ വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ, എല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോയാൽ അങ്ങനെയല്ലേ വരിക. പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുക. ഇപ്പോൾ 2 ലെയറാക്കിയിട്ടാണ് ബിരിയാണി ദമ്മിട്ടിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഇവിടെ ഇതൊക്കെ തന്നെയാണ് സന്തോഷം കേട്ടോ. ഈ എല്ലാവരും കൂടി ഇടയ്ക്കൊരു കൂടൽ ഇവിടെ. അതിന് ശേഷം രാത്രിയിൽ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഇത് പിന്നെ ഇപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് അങ്ങനെ പോയി. പിന്നെ ഒന്ന് റെഡിയായി അങ്ങനെ വരിക ചെയ്തത്. ഇപ്പോൾ ഇതാ പള്ളിയിൽ നിന്ന് വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് അവരെല്ലാവരും വരുന്നുണ്ട് എന്ന് ഫൗമി വന്ന് പറഞ്ഞ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് വിളമ്പുക എന്നുള്ളതാണ് ഇനി അടുത്തത്. പിന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ തന്നെ റെഡിയാക്കി കൊടുത്താൽ മതി. ഇവൻ്റെ വൈഫാണ് പ്രത്യേകിച്ച് ട്രീറ്റ്. ഓള് വന്നു പോയതാണ്. വന്നു പോയി, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പോയി. ഇതാണ് ഒരാൾ ഷംസി, ഫൗമി, പിന്നെ ഒന്ന് ഞങ്ങൾ 3 ആളും കൂടിയാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അതിൽ ഒരാൾ ഫൗമി, അവളെ കുട്ടിയാണിത്, ബുജൈർ അവരെ കുട്ടിയാണിത് കേട്ടോ. അപ്പോൾ ഇവർ നമ്മളെ അവിടെ തന്നെയാണ്, ബീരാഞ്ചിറ നമ്മളെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇക്ക തയ്ക്കണേ, പിന്നെ ഒരാൾ നമ്മളെ ഷോപ്പിലുള്ളതാണ്, പിന്നെ ഒന്ന് ജാഫർ, പിന്നെ ഒന്ന് ബുജൈറിൻ്റെ ഒക്കെ ഫ്രണ്ടാണ് നവാസ്, അവനും അവൻ്റെ വൈഫും ഷംസി. അപ്പോൾ നമ്മൾ 8 പേരാണ്. ഇപ്പോൾ വിളമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്കൊരു പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്, അത് മതി ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുഡ് കഴിച്ച പാടന്നെ പിന്നെ മധുരം കഴിക്കണത് എനിക്ക് അത്ര കണ്ട് മധുരത്തിനോട് ഇഷ്ടമല്ല, എന്നാലും ഒരു ഐസ്ക്രീം അങ്ങനെ കഴിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും കൂടെ ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ ഇനിയും ഇതുപോലെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങളെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഒരുപാട് പുതിയ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ പറ്റിയിട്ട് കുറേ പേർക്കൊന്നും അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എത്ര കുട്ടികളാണ്, എവിടെ വീട് എന്താണെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഇനിയും വേണം. ഇപ്പോൾ നമ്മളിതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ പേര് കഴിക്കുന്നുമുണ്ട്, കുറേ പേര് ഇത് കഴിഞ്ഞും ചെയ്ത് ഐസ്ക്രീമൊക്കെ അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണേ. നവാസിന് ഏതാണ് വേണ്ടേ? ജാഫറിന് ആ അത് ഓർക്ക് ഇഷ്ടമാണ്. എനിക്ക് തരാ സൗമ്യത്താ റെഡിലാവുമോ? പൊട്ടിച്ചു കൊടുക്കണ്ടായിരുന്നില്ലേ? വണ്ടിയിൽ പൊട്ടിച്ചാ ഞങ്ങൾ ബിരിയാണി വെച്ച് മയങ്ങിയിരിക്കുന്നവർ
അങ്ങനെ ജാഫർ ഇവിടെ കുട്ടിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കേനി ഇതാരാണ് എന്താണെന്നൊക്കെ കേട്ടാ. അപ്പോൾ ഇതാരാണ്, ഇത് അവരെ ഇങ്ങനെ പേര് അവരെന്താ വിളിക്കുക എന്നൊക്കെ ഉള്ളത് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പോൾ അവന് പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, വേസ്റ്റൊക്കെ ഉള്ളതൊക്കെ എല്ലതും പൂച്ചകൾക്കൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. ഇവിടെ കുറേ പൂച്ചകളുണ്ട്. അപ്പോൾ പൂച്ചകൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് പൂച്ചകളെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ സെൽഫി എടുക്കലും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.